ഒരു സെക്കുലർ അന്ധവിശ്വാസമായി നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഓരോന്നും വിശ്വസിച്ച് ഇതുപോലെ ചെയ്യാൻ. പാദഹസ്താസനം, ഇതൊക്കെ ഈ വയറുമ്മിൽ കിടന്നാണ് കളി. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അവർക്ക് അറിയാം കേട്ടോ. ഇവിടെ ഇതുമ്മൽ കിടന്നിട്ടുള്ള കളിയാണ് മൊത്തം. ഈ സാധനം ഇവിടെ ഒരു എന്തോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹം മാറുന്നത്. അവിടെയാണ് പാൻക്രിയാസ് ഇരിക്കണതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമ്മ കിടന്നിട്ടുള്ള അഭ്യാസങ്ങൾ കുറേ ഒരു ലിസ്റ്റ് ആക്കിയിരിക്കുക. ഇവിടെ മടക്കുക, അമർത്തുക, ഞെക്കുക, ചെരിക്കുക, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം മാറുന്നതാണ് ധാരണ. ഇതിനെന്താ പറയുക, ഒരു കാർഗോ കൾട്ട് മെഡിസിൻ എന്നാണ് ഞാൻ പറയാം. കാർഗോ കൾട്ട് മെഡിസിൻ, കാർഗോ കൾട്ട് സയൻസ് എന്ന് ഫെയ്ൻമാൻ പറയും. രൂപങ്ങളൊക്കെ ഉണ്ട്, അതിന് ജേണലുണ്ട്, ചില സമ്മേളനങ്ങളുണ്ട്, ചില പേപ്പറുകളുണ്ട്. എന്നാലോ ശാസ്ത്രത്തിൻ്റെതായ സത്യസന്ധമായ പരീക്ഷണങ്ങൾ, യാഥാർത്ഥ്യത്തെ സത്യസന്ധമായി അഭിമുഖീകരിച്ചുള്ള സത്യസന്ധമായ പരീക്ഷണങ്ങളില്ല. ആ തരത്തിലുള്ള ശാസ്ത്രശാഖകളെ ഫെയ്ൻമാൻ വിളിക്കുന്ന പേരാണ് കാർഗോ കൾട്ട് സയൻസ് എന്ന്. ആ രൂപത്തിലുള്ളൊരു കാർഗോ കൾട്ട് അഭ്യാസം, കാർഗോ കൾട്ട് സയൻസാണ് യോഗയും. അതിന് കുറച്ചുകൂടി വിശദമാക്കാം. അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പസഫിക് ദ്വീപുകളിലുള്ള പല ഒറ്റപ്പെട്ട ദ്വീപുകളിൽ ജീവിക്കുന്ന ആദിവാസികളുണ്ടായിരുന്നു. അവിടെ കാടുകൾ മാത്രമേ ഉള്ളൂ, അവിടെ ഈ ആദിവാസികൾ ജീവിക്കുന്നു. പെട്ടെന്ന് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജാപ്പാനിലും അതുപോലെ തന്നെ അമേരിക്കന്മാരായിട്ടുള്ള ആൾക്കാർ, ഈ പട്ടാളക്കാർ അവിടെ വന്നിറങ്ങി. അവിടെ അവർ ഈ പട്ടാള താവളങ്ങളുണ്ടാക്കി. അവിടെ വിമാനങ്ങൾ വരുന്നു, പല പല പുതിയ സാധനങ്ങൾ, ജീപ്പുകൾ, ഒരു പെട്ടെന്ന് ആഴ്ചകൾ കൊണ്ട് എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇവർ അത്ഭുതത്തോടെ കാണുകയാണ്. കുറേ ആൾക്കാർ വന്ന് അവർ പല കാര്യങ്ങൾ ചെയ്യുന്നു, അവർ മാർച്ച് ചെയ്യുന്നു. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ സമൃദ്ധി ഉണ്ടാവുന്നത്, പല പല സാധനങ്ങൾ ഇവർക്കും കിട്ടുകയാണതൊക്കെ. അപ്പോൾ പെട്ടെന്നൊരു സമൃദ്ധി വന്ന് അടിയുകയാണ്. പല പല സാധനങ്ങൾ, പുതിയ പലതരം വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എല്ലാം, പുതിയ ആധുനിക സമൂഹത്തിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും പെട്ടെന്ന് ഇവരുടെ കൺമുന്നിൽ. ഇവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇവർ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ മുമ്പ് ഉള്ള സംസ്കാരത്തിൽ ജീവിക്കുന്ന ആദിവാസികളാണ്. പെട്ടെന്ന് യുദ്ധം അവസാനിച്ചു, ഇതൊക്കെ പോയി, എല്ലാ സാധനങ്ങളും പോയി. മറ്റേ കാർഗോകൾ വരികയാണല്ലോ, കാർഗോ ഇങ്ങനെ വിമാനത്തിലും അതുപോലെ തന്നെ പ്ലെയിനിലും ഈ കപ്പലിലും സാധനങ്ങൾ വന്ന് ഇങ്ങനെ ഇറക്കുകയാണ്. ഇതൊക്കെ യുദ്ധം അവസാനിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവരെ കെട്ടിപ്പറിക്കാൻ പോയി. ഇതുവർക്കൊന്നും മനസ്സിലായില്ല, ഇതെവിടെ പോയി ഈ കാർഗോ, ഇതിനി എങ്ങനെ വരും? ഇവർ കാർഗോ കൾട്ടുകൾ ഉണ്ടായിരുന്നില്ല. വിത്ത് എൻഡ് ഓഫ് ദ വാർ മിലിറ്ററി അബാൻഡ് എയർബേസ് ആൻഡ് സ്റ്റോപ്പ് ഡ്രോപ്പിംഗ് കാർഗോ. അവരെന്ത് ചെയ്തു, അവിടെ കുറേ കൾട്ടുകളുണ്ടായി. അവർ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർ ശരിക്കും നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അവരുടെ ചില ഈ വന്ന വെള്ളക്കാരുടെ ചില മന്ത്രവാദ പ്രയോഗങ്ങളും അവരുടെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, അത് കാരണം അവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളും ചെയ്യുകയാണെങ്കിൽ ഈ സാധനമൊക്കെ നമുക്ക് ഇനിയും കിട്ടും. അവർ ചെയ്ത പോലെ നമുക്കായിട്ട് ചെയ്യാം. എന്നിട്ട് അന്ന് ഈ അമേരിക്കക്കാർ കാണിച്ച അഭ്യാസങ്ങളൊക്കെ ഇവർ കാണിക്കാൻ തുടങ്ങി. അതാണ് കാർഗോ കൾട്ട്. ഇവരിതേപോലെ വടികളൊക്കെ എടുത്ത് മാർച്ച് ചെയ്യുക. അവരുണ്ടായിരുന്ന തോക്കുകൾ, ഇങ്ങനെ കളഞ്ഞു പോയ തോക്കുകൾ, അല്ലെങ്കിൽ തോക്കിൻ്റെ രൂപത്തിലുണ്ടാക്കി വടി ഉണ്ടാക്കി അത് വെച്ച് മാർച്ച് ചെയ്യും. വളരെ സത്യസന്ധമായിട്ടാണ്. വിമാനം പുല്ല് കൊണ്ട് വിമാനത്തിൻ്റെ രൂപത്തിൽ കെട്ടിയുണ്ടാക്കി അവിടെ വെക്കുക. ക്ലിയർ ചെയ്തിട്ട് ഒരു വിമാനം ഇപ്പുറം കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ആൾക്കാർ കാത്തിരിക്കുകയാണ് ഏത് സമയവും വരാമെന്നുള്ള ആൾക്ക്. അതിന് കാർഗോ കൾട്ട് എന്ന് പറയാം. അങ്ങനെ റിലീജിയസ് കൾട്ടാണിത്. ഇവർ തിരിച്ചു വരുന്ന പ്രശ്നമാണ്. ഇതൊരു സിമ്പതറ്റിക് മാജിക് എന്ന് പറയും. ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചാൽ വിമാനങ്ങൾ വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ. ഇതാണ് കാർഗോ കൾട്ട് എന്ന് പറയുക. ഈ കാർഗോ കൾട്ട് പോലെയാണ്. അപ്പോൾ ഈ സിമ്പതറ്റിക്, ഈ പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു മാജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ, ഒരു മാന്ത്രികമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നേരത്തെ കണ്ടു എങ്ങനെ ഒരു മാജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഹഠയോഗത്തിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള. വളരെ ഒരു മാന്ത്രികമായ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവരുടെ, മാന്ത്രികമായ വിവരമാണ്. അതുപോലെ ഒരു സിമ്പതറ്റിക് മാജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രകൃതിയെക്കുറിച്ചുള്ള മാന്ത്രികമായ മനസ്സിലാക്കലുകൾ. അവർക്ക് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. ഇതേ സംഗതിയാണ് നമ്മുടെ യോഗാചാര്യന്മാർ പ്രമേഹത്തിന് ചെയ്യുന്നത്. അവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ ഇങ്ങനെ ഉള്ളിലൊരു ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന സാധനമുണ്ട്, ഇതിൻ്റെ ഇൻസുലിൻ്റെ കുറവാണെന്ന് അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ പുറത്തിയാടിക്കാം, അതിന് വേണ്ടിയുള്ള അഭ്യാസങ്ങൾ. ഇത് മടക്കി ഇവിടെ കുത്തി ഇതിനെ പിടിച്ചിട്ട് ഒരു അമർത്തനുണ്ടല്ലോ എക്സസൈസ്, ഇതൊക്കെ ചെയ്ത് ഇതിന് ഇൻസുലിനെ പുറത്തിയാടിക്കാൻ. ഇതുപോലെയാണിത്. ഈ പുല്ല് കൊണ്ട് ഇത് കെട്ടിയിട്ട് കാണിക്കുന്ന പോലെ. ഇതുകൊണ്ടൊന്നും അവിടെ നിന്ന് ഇൻസുലിൻ ഇളകാൻ പോണില്ല. മാത്രമല്ല ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനം ഇത് അവർക്കറിയാം, ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും എന്നുള്ളത്, ഈ ഐലറ്റ്സ് ഉണ്ടാവുന്നതാണ്. വളരെ വലിയ സയൻസുകളാണ്. നമ്മൾ വളരെ വിശദയിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ഈ ഗ്ലൂക്കോസ് ഇൻസുലിൻ റിലീസ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണ് എന്നൊക്കെ നമുക്കിന്നറിയാം, എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളത്.
വളരെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചുരുക്കി ഒരു ലളിതമായ ചില കാര്യങ്ങൾ പക്ഷേ നമുക്ക് മനസ്സിലാക്കിയേ പറ്റും. 90% നമ്മുടെ ഇന്ന് പറയുന്ന ഇവർ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ആരും ചികിത്സിക്കുന്നതായാലും 90% ഈ ഡയബറ്റിക് രോഗികളും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണുള്ളത്. അപ്പോൾ ഈ ഡയബറ്റീസ് എന്ന സാധനം 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഒന്ന്, പ്രോബ്ലം ഇൻ ദ വേ ഓഫ് യുവർ ബോഡി മേക്സ് ഓർ യൂസസ് ഇൻസുലിൻ. ഈ ടൈപ്പ് 1 എന്ന് പറഞ്ഞതിലാണ് അത് നമ്മൾ കഞ്ചനിറ്റൽ അല്ലെങ്കിൽ ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് എന്നൊക്കെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് പറയാൻ വേണമെങ്കിൽ ഒരർത്ഥത്തിൽ. അപ്പോൾ അതിൽ ആദ്യമേ ഇൻസുലിൻ ഉണ്ടാവുന്നില്ല, അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അത് പക്ഷേ 10% ഉള്ളൂ, അതല്ല ചികിത്സിക്കുന്നത്. ഇവരാരും ധൈര്യപ്പെട്ട് ചികിത്സിക്കില്ല, അതിന് ഇൻസുലിൻ കൊടുത്തേ പറ്റൂ. ടൈപ്പ് 1 ഡയബറ്റീസ് ചികിത്സിക്കാൻ ഒരു യോഗാചാര്യം ധൈര്യപ്പെടില്ല. കളി മുഴുവനും ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മളാണ്. 90%. അവിടെയാണല്ലോ ദ്രവ്യമുള്ളത്. 90% ആൾക്കാരും ഈ ഡയബറ്റീസ് ചികിത്സ ഇത്രയും ആൾക്കാരല്ല കിടക്കുന്നത്. അപ്പോൾ അതിനാണ് ചികിത്സിക്കുക. മറ്റേത് അപകടമാണ്, ചിലപ്പോൾ തട്ടിപ്പോവും. ഇതങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകില്ലല്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, ഫാറ്റും ലിവറും മസിലും, അത് ഇൻസുലിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇൻസുലിൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, ലിവറിലും മസിലും ഫാറ്റിലുമുള്ള നമ്മുടെ കോശങ്ങൾ ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയാവുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ കോശങ്ങളിലാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ ഉണ്ടാവാത്തത് കൊണ്ടല്ല പ്രശ്നം, ഇൻസുലിൻ ഉപയോഗിക്കുന്നതിലാണ് പ്രശ്നം. അതുകൊണ്ട്